ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടനവധി സിനിമാ താരങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഉഷ, അസീന എന്നറിയപ്പെടുന്ന ഉഷയാണ്. മലയാള സിനിമയിൽ 40 വർഷമായിട്ടുണ്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അനുഭവം ഉള്ള കുട്ടികളാണല്ലോ അതിനകത്ത് മൊഴി കൊടുത്തിരിക്കുന്നത്. അവർ മൊഴി കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുറേയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ കമ്മിറ്റി അംഗമായ ശാരദാ മാഡം നമ്മുടെ സർക്കാരിനോട് പറഞ്ഞത് തന്നെ അവർ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ ഇത്തരം ചൂഷണങ്ങളുണ്ടായിരുന്നു, അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ തന്നെയാണ്. ഇപ്പം അസീന ഇപ്പോൾ കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഭിനയങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്? എന്നോട് ഇത്ര വളരെ മോശമായ രീതിയിലൊന്നും ആരും പെരുമാറിയിട്ടില്ല. കാരണം ഇല്ലയെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് അങ്ങനെ സംസാരിക്കാൻ ഒരു ഭയമുണ്ട്, എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ വാപ്പ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. പ്രതികരിച്ചതിൻ്റെ പേരിൽ നമുക്ക് അവസരം നഷ്ടമായിട്ടുണ്ട്. പല രീതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈംഗിക ചൂഷണം മാത്രമല്ലല്ലോ, അല്ലാതെയും നമ്മൾ അഭിപ്രായങ്ങൾ പറയുകയും നമ്മൾ ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശത്രുക്കളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രഖ്യാപിത വിലക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അനുഭവം നേരിട്ടായിട്ട് തോന്നുന്നുണ്ടോ? പേര് പറയാൻ കഴിയാത്ത ഒരുപാട് പേര് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ പറയാനോ ഒരു കംപ്ലൈൻറ്റ് പറയാനോ ഒന്നും ഒരു അവസരമോ, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാകുന്നത്. അവരെ അങ്ങ് ബാൻ ചെയ്യുക എന്നൊക്കെയുള്ള അവസരങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും പണ്ടൊക്കെ സിനിമയിൽ വരുന്നവർ. ജീവിക്കാൻ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരുപാട് നടികളുണ്ട്. അപ്പോൾ അവർക്ക് അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മൂടി വെച്ച് പിന്നെ എവിടെ പരാതി പറയാനാണ്? നിയമങ്ങൾ ഒക്കെ ഇപ്പോഴല്ലേ വന്നത്, സോഷ്യൽ മീഡിയ വന്നത്, ന്യൂസ് ചാനലുകൾ വന്നത് ഒക്കെ വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ വന്ന പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്, നല്ല ഫാമിലിയിൽ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള നല്ല എഡ്യൂക്കേഷനുള്ള പിള്ളേരാണ് വന്നത്. അവരോടൊക്കെ ഇത്തരത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. പുതിയ ജനറേഷനിലെ പിള്ളേരൊന്നും ഈ നായകന്മാരാണെങ്കിൽ പോലും അവർക്കിതൊന്നുമല്ല. അവർക്ക് അവരുടെ പ്രോജക്റ്റ് നന്നാക്കണം, നല്ല സിനിമകൾ നന്നായി, അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പഴയ ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സിനിമയിൽ സജീവമല്ല. പക്ഷെ ഞാൻ സജീവമായിരുന്ന സമയത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉള്ള കാര്യം. ഈ ശാരദ മാഡം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഉണ്ട്, അവരുടെ കാലം തൊട്ടേ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ പ്രതികരിക്കാതെ ആ കാലത്ത് നടന്ന കാര്യം പിന്നെ അവസരങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ മിണ്ടാതെ ഇരുന്നിട്ട് പിന്നെ പറയുന്നതിൽ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്കല്ല. അപ്പോഴേ പ്രതികരിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടായാൽ നമുക്ക് അത് വേണ്ട, ആ അവസരം വേണ്ട എന്ന് തന്നെ പറയണം. അതിനുള്ള ചങ്കുറ്റം പെൺകുട്ടികൾ കാണിക്കണം. കോക്കസ് ഉണ്ടെന്നൊക്കെ പറയുന്ന മലയാള സിനിമ, അത് പുതിയതായിട്ടുള്ളതാണ്, അതൊക്കെ വർഷങ്ങളായിട്ടുള്ളൊരു കോക്കസാണ്? പണ്ടേ ഉള്ളതല്ലേ, അതൊക്കെ പണ്ടേ ഉള്ളത് തന്നെയാണ്. പണ്ടേ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കോക്കസ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോക്കസ്, എറണാകുളം കോക്കസ്, ആലപ്പുഴ പിന്നെ കോക്കസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നടന്മാരും ഇല്ല, വളരെ നല്ല സ്വഭാവമുള്ള നല്ല നടന്മാരും ഇല്ല. തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ആവശ്യമില്ലാത്ത കമൻസ് പോലും പറയാത്ത, നമ്മളെ സ്ത്രീകളെ നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് നടന്മാരുണ്ട്. എല്ലാവരെയും അല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ തിലകൻ ചേട്ടനാണെങ്കിൽ പോലും ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് വന്നപ്പോൾ അമ്മ സംഘടനയെക്കുറിച്ചല്ല പറയുന്നത്. അമ്മ സംഘടന വളരെ നല്ല സംഘടനയാണ്. ആ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തിരിക്കുന്ന ചില വ്യക്തികൾ, അത് തന്നെ ഞാനും പറയത്തുള്ളൂ, അതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, അവരുടെ കുഴപ്പങ്ങളാണ്. സംഘടന കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ അങ്ങനെ വരുമ്പോൾ. അല്ല, സംഘടന കൊണ്ട് പ്രയോജനമുണ്ട്. അല്ല, തലപ്പത്തിരിക്കുന്നവരിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പ്രതികരിക്കണം. അവരെ ഇരുത്തരുത്, അവരെ അതൊന്നും ഒഴിവാക്കണം. അതാ വേണ്ടത്. അവരവിടെ ഇരിക്കുമ്പോഴാണല്ലോ അവർക്ക് അധികാരം കിട്ടുന്നത്, പവർ. ആ പവർ കൊണ്ടാണല്ലോ എല്ലാം സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആ സംഘടന, ഏത് സംഘടനയാണോ ആ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുക.
സംഘടന നല്ലതാണ്. എല്ലാ മേഖലയിലും ഇപ്പോൾ ഏത് മേഖലയിലാണ് സംഘടന ഇല്ലാത്തത്? എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ, ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പരിഹരിക്കാൻ പറ്റാത്തത് നമ്മുടെ ഒരു സംഘടനയുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. സംഘടന ഇടപെടും. ഇത് ഈ പലരും ഇത് ഈ സിനിമ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിട്ട് ചില നടിമാരൊക്കെ സിനിമയെ വേണ്ടാന്ന് വെച്ചിട്ട്, ഈ ഫീൽഡേ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ളതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ പലരും ഇതിങ്ങനെ സഹിച്ച് അല്ലെങ്കിൽ മറ്റ് ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇതിലകപ്പെട്ടു പോകുന്നവരായിരിക്കും. അതെ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയുണ്ട്. അന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവരിപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളൊക്കെ അവരുടെ അനുഭവത്തെ അപ്പോൾ തന്നെ അവർ പ്രതികരിച്ച് അവർ പറഞ്ഞതാണ്. അതിപ്പോൾ നമ്മുടെ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെടുത്താണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തിനായിരുന്നു നമ്മൾ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയതും അങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും? ആ റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ ഇത്തരത്തിലുള്ള സംഭവം ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ ഉള്ള നടപടി എന്താണ്, അത് വേണം. പിന്നെ ഇതിനകത്തുള്ള വിക്ടിമുകളുടെ ഈ ഇന്ന ആൾക്കാർ കുറ്റം ചെയ്തു എന്നാണല്ലോ റിപ്പോർട്ടിൽ ആളുടെ പേരുണ്ടാവാം. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ പെൺകുട്ടികളുടെ പേരല്ലെങ്കിലും പറയാറില്ലല്ലോ. പക്ഷേ ഇതാരാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും അതൊരു ഭയം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ തന്നെ സമീപകാലത്ത് ഈ പ്രതികരിച്ച പല നടിമാർക്കും അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂകളിലൊക്കെ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്, ആ നടിമാർ എന്തിനാണ് രാജിവെച്ച് പോയത്? അവർ പോകരുത്, അവർ ഫൈറ്റ് ചെയ്യണം. ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് തന്നെ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും ഞങ്ങളുടെ സംഘടനയിൽ അഭിപ്രായം പറയും. സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് പറയാനുള്ള സ്പേസ് ഇപ്പോൾ ഉണ്ട്. ധൈര്യപൂർവ്വം പറയണം. പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല, കാര്യമുണ്ട്. നമുക്കവിടെ പറയാൻ പറ്റും. അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഞാനിപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് അവരുമായിട്ടൊന്നും പേഴ്സണലി പരിചയമുള്ളവരല്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ സിനിമകൾ കുറച്ച് അഭിനയിക്കുന്നേ ഇല്ലായിരുന്നു എന്ന് പറയാം. അതൊക്കെ നമ്മൾ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ വിഷമം തോന്നിയിട്ടില്ല? നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാം പഠിച്ച് തരും, നമുക്കുള്ളത് നമുക്ക് കിട്ടും. അഭിപ്രായം നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. പിന്നെ നമുക്ക് വിധിച്ചിട്ടുള്ള സിനിമകളാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് കിട്ടും. അത് എപ്പോഴാണെങ്കിലും കിട്ടും. ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ട് സിനിമകളിൽ, വീണ്ടും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാം നല്ല സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ.